കട്ട കെട്ടി വാർത്തിടുന്നു. ഇനി കുറച്ച് നാൾ കഴിയട്ടെ. അത് നല്ലൊരു പ്രാക്ടീസ് ആണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താലോ? സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനത്തിനെ 100% എന്താണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തേപ്പ് വരെ കഴിയുന്നതിനാണ് നിങ്ങൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്? തേപ്പ് കഴിയുന്നത് എക്സ്റ്റേണൽ തേപ്പെങ്കിലും കഴിയണം എന്നുള്ളതാണ്. എക്സ്റ്റേണൽ തേപ്പ്. അകത്തെ തേപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ ഒരു വീട് പണി ഏറ്റെടുക്കുവാണെങ്കിൽ ജനറലി ആൾക്കാർ ഇപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തറ കെട്ടിയിടാം എന്നൊരു ചിന്തയിലേക്ക് പോകാറുണ്ട്. ഈ തറ കെട്ടിയിടാം എന്ന ചിന്ത ഓക്കെയാണ് പണ്ട് കാലത്ത്, അത് കല്ല് വെച്ച് മാത്രം കെട്ടി വരുന്ന കാലഘട്ടത്തിൽ ശരിയാണ്. ഇന്ന് ഐസൊലേറ്റഡ് ഫുട്ടിങ്സോ കോളംസോ ബിൽഡിംഗ്, ഞാൻ പറഞ്ഞല്ലോ ഫ്രെയിം മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് മെത്തേഡിൽ ചെയ്യാം. ഫ്രെയിം മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കോളംസ് ഉണ്ടാവും. കോളംസിന് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ നമ്മൾ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ തറ മാത്രം കെട്ടിയിട്ട് കഴിഞ്ഞാൽ സ്റ്റീൽ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഒരു രീതിയിലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. നല്ലതല്ല. കാരണം എയറിന്റെ ഇഫക്ട്സ് മൂലം അവിടെ തുരുമ്പിച്ചു പോകും. പിന്നെ നാളെ ആ തുരുമ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി മെത്തേഡ്സിലേക്ക് ചെയ്യേണ്ടി വരും. 2 മാസത്തേക്ക് ഇടുന്നു എന്ന് പറയുന്ന പോലെ അല്ല, തൽക്കാലം ഒന്ന് ആവട്ടെ, ഇനി സാമ്പത്തികം ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ കാലയളവ് നമുക്ക് കൃത്യമായി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുക, എക്സ്റ്റേണൽ തേപ്പ്, എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ്, പുറത്തെ തേപ്പ് കഴിയുന്നത് വരെ ഒറ്റയടിക്ക് പോവുക. അത് ചെയ്തിരിക്കണം മസ്റ്റായിട്ട്.